അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറെ എക്സാംസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിൽ എന്തുമാത്രം വേക്കൻസീസ് വരുന്നു എന്നുകൂടി നമുക്ക് അറിയണം അല്ലെ. ഇപ്പം റെയിൽവേയിൽ തന്നെ ജൂനിയർ എഞ്ചിനീയറിന്റെ പോസ്റ്റും ALPN ടെക്നീഷ്യൻ അതൊക്കെ ടെക്നിക്കൽ നിങ്ങൾക്ക് ആ ഒരു ഇതുകൂടി വേണം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ജസ്റ്റ് നിങ്ങൾ ഇതൊരു മിനിമം 12th അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ വരുന്ന എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന നല്ല പോസ്റ്റുകളിലേക്ക് ഇതില്. ഹായ്, വെൽക്കം ടു എൻട്രിയ. എന്റെ പേര് റിജിൻ ആൻഡ് എന്റെ കൂടെ ഇവിടെ ശില്പ മിസ് ഉണ്ട്. അപ്പോൾ നമ്മള് നോക്കാൻ പോകുന്നത് ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് ഈ വർഷം നടക്കാനിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനെ കുറിച്ചാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ സെഷനിൽ നോക്കുന്നത്. നമുക്കറിയാം, ഒരു എല്ലാ വർഷവും ഒരു മാർച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ എക്സാമിന്റെ ഒരു സീസൺ അങ്ങ് സ്റ്റാർട്ട് ആവും. ഇവൻ മാർച്ചിന് മുമ്പേ ഇപ്പം തുടങ്ങാറുണ്ട്. നേരത്തെ ഒരു മാർച്ച് ആണ് തുടങ്ങിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പം മാർച്ചിന് മുമ്പേ തുടങ്ങാറുണ്ട്. നിങ്ങൾക്കറിയാം, ഒരുപാട് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മുടെ SSC CPO വന്നിട്ടുണ്ട്, അതുപോലെ സെലക്ഷൻ പോസ്റ്റ് വിളിച്ചായിരുന്നു. റെയിൽവേ നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി കുറെ വന്നു, ഇനി ഒരുപാട് വരാനിരിക്കുകയാണ്. അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ ബാങ്ക് എക്സാംസിന്റെ സീസൺ ഉടനെ തന്നെ സ്റ്റാർട്ട് ആവും. സോ ഒരുപാട് എക്സാംസ് ആണ് നമ്മുടെ ഈ വർഷം ഓൾറെഡി വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞു. ആൻഡ് ഇനി ഒരുപാട് വരാനിരിക്കുകയാണ്. ഈ വർഷം മൊത്തം നമുക്ക് ഒരുപാട് എക്സാംസ് ഉണ്ടെങ്കിൽ തോന്നുന്നു നമുക്കൊരു 30-40+ എക്സാംസ് എനിക്ക് തോന്നുന്നു എല്ലാം കൂടി നോക്കി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് വിളിക്കാനുണ്ട്. അപ്പോൾ ഈ വർഷം നടക്കാതിരിക്കുന്ന ഈ ഒരു എക്സാംസിനെ കുറിച്ച്, അതിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പേരും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രിപ്പയർ ചെയ്യുന്ന എക്സാംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ എക്സാംസ് ആണ് ഈ വർഷം വരാതിരിക്കുന്നത്, ഏതൊക്കെയാണ് നേരത്തെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതെന്നൊക്കെ ഒരു ക്ലിയർ ഐഡിയ ആണ് ഇന്നത്തെ ഈ ഒരു സെഷൻ വഴി നിങ്ങൾ വരെ എത്തിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഏതൊക്കെയാണ് പോസ്റ്റുകൾ, എന്തൊക്കെ പോസ്റ്റിലേക്ക്, ഏതൊക്കെ എക്സാംസ്, ഏതൊക്കെയാണ് പോസ്റ്റുകൾ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അല്ലേ. ഓക്കെ, അപ്പോ എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, നമ്മുടെ കാലണ്ടർ ഇപ്പം SSCക്ക് മാത്രമല്ല RRBക്കും ഇപ്പൊ കാലണ്ടർ ഒക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അഷ്യൂർഡ് ആയിട്ട് ഇഷ്ടം പോലെ എക്സാംസ് ഡെഫിനറ്റ്ലി വരാനുണ്ട്. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പോ ഇനി നെക്സ്റ്റ് വരാനുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് CHSL ആണ്. ഏപ്രിലിൽ CHSL നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. CPOന്റെ ഓൾറെഡി വന്നു. അതിനുശേഷം MTS വരും. ഒരു ഏപ്രിൽ മെയ് ജൂൺ ആവുമ്പോഴേക്കും MTS വരും. ഇനി CGL നോട്ടിഫിക്കേഷൻ ജൂൺ ജൂലൈയിൽ വരും. സോ എക്സാംസിന്റെ ഒരു പെരുമഴ തന്നെയാണ് സർ വരാനുള്ളത്. ഇൻഫാക്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാംസ് ആണ് ഈ ആദ്യത്തെ 3 എക്സാംസ്. സെൻട്രൽ ഗവൺമെന്റ് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മൈൻഡ് ആദ്യം തന്നെ വരുന്ന SSC എക്സാംസിനെ കുറിച്ച്. അതിലും എല്ലാവരും വളരെ സമയം എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു എക്സാം കൂടിയാണ് നമ്മുടെ SSCയുടെ CGL എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും മാത്രം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാത്രമല്ല, ഒരുപാട് എക്സാംസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ SSCയുടെ GD കോൺസ്റ്റബിളിന്റെ എക്സാം ഉണ്ട്. അതും ഇനി ഓൾറെഡി ഇപ്പം ഈ വർഷത്തെ നടന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇനി നമ്മളോട് പോകുമ്പോൾ അത് വിളിക്കും. അപ്പൊ ഈ വട്ടം നല്ലപോലെ എഴുതാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എക്സാമിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യാം. ബിക്കോസ് നിങ്ങൾക്കറിയാം, നല്ല ഹ്യൂജ് വേക്കൻസിക്കാണ് GD കോൺസ്റ്റബിൾ വിളിക്കുന്നത്. പിന്നെ ആർക്കെങ്കിലും GD കോൺസ്റ്റബിൾ പോയ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്ത് വിളിച്ചിട്ടുണ്ട്, SIയുടെ പോസ്റ്റിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഇതിനെ തന്നെ റിവഞ്ച് ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് CPOയുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് കൂടാതെ തന്നെ ഒരുപാട് എക്സാംസ് വേറെയുണ്ട്. SSCയുടെ സ്റ്റെനോഗ്രാഫറുടെ എക്സാം ഉണ്ട്. അതുപോലെ റെയിൽവേ എക്സാംസ് ഈ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെയിൽവേ എക്സാംസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നു. നമുക്ക് ഇത് കൂടെ ടെക്നീഷ്യൻ ഉണ്ട്, RPFന്റെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് NTPC, നമ്മുടെ ജൂലൈ സെപ്റ്റംബറിൽ വരാനിരിക്കുന്ന NTPC എക്സാംസിന് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. കൂടാതെ വളരെ ഹ്യൂജ് വേക്കൻസിനെ വിളിക്കുന്ന റെയിൽവേയുടെ വേറെ നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പ് D എന്ന് പറയുന്നത് വളരെയധികം വേക്കൻസിക്കാണ് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് റെയിൽവേ നോട്ടിഫിക്കേഷൻസും വരാനിരിക്കുകയാണ്. ഇത് കൂടാതെ അതർ സെൻട്രൽ ഗവൺമെന്റ് എക്സാം, നിങ്ങൾക്കറിയാം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് എന്ന് പറയുമ്പോൾ SSCO അല്ലെങ്കിൽ ഈ പറയുന്ന റെയിൽവേ മാത്രമല്ല, ISR വിളിക്കാറുണ്ട്, എയർപോർട്ട് വിളിക്കാറുണ്ട്, DRDO വിളിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന ഓർഗനൈസേഷൻസ് പല പോസ്റ്റുകൾക്ക് വേണ്ടി നമുക്ക് ഒരു വർഷം എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു എക്സാംസ് മാത്രം, ഈ പല കാറ്റഗറി വരുന്ന വേറെ ഓർഗനൈസേഷന്റെ എക്സാംസ് മാത്രം എടുക്കുകയാണെങ്കിൽ 20+ എക്സാംസ് അങ്ങനെ മാത്രം വിളിക്കാറുണ്ട്. IBയും അങ്ങനെയുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് വിളിക്കാറുണ്ട്. അപ്പം എക്സാംസ് നോക്കി കഴിഞ്ഞാൽ ഇത് കൂടാതെ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു വലിയൊരു കാറ്റഗറി വരുന്നുണ്ട്, ബാങ്ക് എക്സാംസ്. ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ RBI, SBI, IBPS അതുപോലെ ഒരുപാട് നമ്മുടെ എക്സാംസ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ബാങ്ക് എക്സാംസ് ഉണ്ട്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അതർ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ മാത്രം അത്രയും അവിടെയും ഉണ്ട്. അതുകൂടാതെ ഏകദേശം 20+ എക്സാംസ് അവിടെ മാത്രം വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ അപ്പോ ഇനി നമ്മൾ എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ എല്ലാവരും എന്തിനാണ് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ പുറകെ ഇത്രയും സീരിയസ് ആയിട്ട് പോകുന്നത് എന്നുള്ള കാര്യം എക്സാക്ട്ലി അതിന്റെ ബെനിഫിറ്റ്സ് തന്നെയാണ്. സോ അതിന്റെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ജോബ് സെക്യൂരിറ്റി ആണ്. ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള, ഇത്രയും പേ ഔട്ട് ഉള്ള എക്സ്ട്രാ വർക്ക് അവേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ നൈറ്റ് ഷിഫ്റ്റുകളോ ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് വേറെ പേ ഔട്ട് വരുന്ന ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ജോലികളൊക്കെ നമുക്ക് കിട്ടാൻ വളരെ ഓപ്പർച്യൂണിറ്റീസ് അല്ലാതെ വളരെ കുറവാണ്. സോ ഇനി ബാക്കിയും ഇഷ്ടംപോലെ ബെനിഫിറ്റ്സ് ആണ് ഏറ്റവും
ആദ്യമേ പറഞ്ഞ നമ്മളെ ഇൻസെന്റീവ്സ്, അതിലും ഡിയറൻസ് അലവൻസ്, ആ ഡിയറൻസ് അലവൻസ് ഒരുപാട് വട്ടം ഇപ്പം തന്നെ കൂട്ടി കഴിഞ്ഞു. ഈ വട്ടം വീണ്ടും ഇപ്പൊ റീസെന്റ് കൂട്ടി. എനിക്കൊന്നും ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ സാലറിയുടെ 50% ഈ ഒരു ഡിയറൻസ് അലവൻസ് മാത്രം വരുന്നുണ്ട്. അപ്പം വിചാരിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് പേയുടെ പകുതിയും ഡിയറൻസ് അലവൻസ് മാത്രമുണ്ട്. ഇത് കൂടാതാണ് ബാക്കിയുള്ള അലവൻസുകൾ എല്ലാം തന്നെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് അലവൻസുകൾ, പിന്നെ സാലറിയുടെ കാര്യം ഓൾറെഡി മിസ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂടാതെ തന്നെ പ്രൊമോഷൻസ്, നിങ്ങൾക്ക് വളരെ നല്ല പ്രൊമോഷൻസ് ആണ് വരുന്നത്. എസ്പെഷ്യലി നമുക്ക് പല SSCയുടെ ഒക്കെ CGL ഒക്കെ എക്സാംസ് എഴുതി കയറുവാണെങ്കിൽ ഒരു 7 വർഷം 8 വർഷമൊക്കെ കഴിയുമ്പോൾ ഗസറ്റഡ് റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ, ഈവൻ കമ്മീഷണർ പോസ്റ്റിലേക്ക് വരെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ നമുക്ക് അവിടെ വരുന്നുണ്ട്. അവിടെ ഓൾറെഡി ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ച് പ്രൊമോഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് വേറെ വരുന്നുണ്ട് ഈ ജോലികൾക്ക്. നമുക്ക് പിന്നെയും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ട്രാൻസ്ഫറിന്റെ കേസ് പറയുകയാണെങ്കിൽ പല പോസ്റ്റുകൾക്ക് നമുക്ക് എന്താ പറയാ വളരെ പെട്ടെന്ന് ട്രാൻസ്ഫർ വരുന്നതിന് പകരം വളരെ സ്റ്റേബിൾ ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാനുള്ള പലതും നമുക്ക് ഓപ്ഷൻസ് കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ SSC CGL പ്രിവന്റീവ് ഓഫീസിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു ടൈം പീരീഡ്, എനിക്കൊന്ന് ഒരു 6-7 വർഷവും നമുക്ക് അവിടെ തന്നെ നമുക്ക് നിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുന്നുണ്ട്. സോ പിന്നെ അതുകൂടെ നിങ്ങൾക്കറിയാം നമ്മുടെ ഗവൺമെന്റ് ഓഫീസിലെ വർക്കിംഗ് ഹവേഴ്സ് ആണ്, അത് പക്ക ഫിക്സ്ഡ് ആണ്. നമുക്ക് ഈവൻ എക്സ്ട്രാ വർക്ക് വരണമെങ്കിൽ മിസ് പറഞ്ഞ പോലെ അതിന് എക്സ്ട്രാ പേയും നമുക്ക് അതിനെ ഡെഫിനറ്റ്ലി കിട്ടും. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഏതൊക്കെ ലെവലിലുള്ള സ്റ്റുഡൻസിനാണ് ഈ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ പറ്റാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം പ്രധാനമായിട്ടും 10ാം ക്ലാസ് തൊട്ട് തന്നെ അല്ലേ, ജസ്റ്റ് പലരും ചോദിക്കാറുണ്ട് എനിക്കിത് ഡിഗ്രി കെട്ടി കഴിഞ്ഞാലല്ലേ എനിക്കിതൊക്കെ എഴുതാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനല്ല, അതുകൊണ്ട് 10th കഴിയുമ്പോൾ തൊട്ട് എഴുതാൻ പറ്റും. ഈവൻ നിങ്ങൾക്ക് എണ്ണി നോക്കാം എത്ര വട്ടം നിങ്ങൾക്ക് ഇതുവരെ എഴുതാമായിരുന്നു എന്ന് എണ്ണി നോക്കാൻ പറ്റും. സോ ജസ്റ്റ് 10th ലെവലുള്ള എക്സാംസ് ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾ +2 പഠിക്കുന്ന +2 ക്ലിയർ ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള എക്സാംസ് ഉണ്ട്. ഇനി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെങ്കിൽ അതിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ എക്സാംസ് എഴുതാനുണ്ട്. ഇനിയിപ്പോൾ 10th ലെവൽ ആണെങ്കിൽ നമ്മുടെ MTSും അതുപോലെ GD കോൺസ്റ്റബിളിനൊക്കെ ഒത്തിരി വേക്കൻസീസ് വരുന്നതാണ്. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം, അത് റെയിൽവേയിലെ എക്സാം ആണ്. ആ ഒരു എക്സാം കാറ്റഗറിയിൽ ഏറ്റവും ഹ്യൂജ് വേക്കൻസീസ് വരുന്നതാണ് മിസ് ഇപ്പം പറഞ്ഞ 10th ലെവൽ എന്ന് പറഞ്ഞാൽ. MTS ആണെങ്കിലും നമ്മുടെ SSCയിൽ അത്യാവശ്യം ഏറ്റവും കൂടുതൽ വേക്കൻസി വരാറുണ്ട്. അതുപോലെ GD കോൺസ്റ്റബിളിന്റെ വേക്കൻസീസ് വളരെ അധികമാണ് വിളിക്കുന്നത്. നമ്മുടെ റെയിൽവേയിൽ തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഡിക്കാണ്. എക്സാമിനേഷൻ പിന്നെ വരുന്നത് CHSL എക്സാമിനേഷൻ ആണ്. പക്ഷേ CHSL CGL ഒരു മിനി CGL എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. സോ അത്യാവശ്യം നല്ല പോസ്റ്റുകളിലേക്കാണ് CHSL നിങ്ങൾക്ക് കയറാൻ പറ്റുന്നത്, നല്ല ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ്. പക്ഷേ ഇതിന് വേണ്ടി നിങ്ങൾ ഡിഗ്രി വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് 12th മതി, അപ്പോഴും നിങ്ങൾക്ക് കയറാൻ പറ്റും. പിന്നെ NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമും ഇതെല്ലാം തന്നെ ഹയർ സെക്കൻഡറി ലെവലിൽ വരുന്ന എക്സാംസ് ആണ്. ഇനി ഡിഗ്രി ലെവൽ എക്സാംസ് ആണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ നേരത്തെ ചോദിച്ചോളെ എല്ലാവരും ഡിഗ്രി ഉണ്ടെങ്കിൽ എക്സാം എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ല, ഡിഗ്രി ഇല്ലാതെ എഴുതാൻ പറ്റുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. പക്ഷെ ഡിഗ്രി ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് ഡിഗ്രി ഉള്ള എക്സാംസ് എല്ലാം എഴുതാൻ പറ്റും, അത് കൂടാതെ ബാക്കിയുള്ളതും എഴുതാൻ പറ്റും. അപ്പൊ ഡിഗ്രി എക്സാംസിലേക്ക് വരുമ്പോൾ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത് SSC CGL തന്നെയാണ്. CGLന്റെ എക്സാംസ് ആണ് എല്ലാവരും വളരെ സമയം എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ബാച്ചസ് ഉണ്ട് CGLന് വേണ്ടി, ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അപ്പം CGL എക്സാംസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ഒരു പോസ്റ്റിന് വേണ്ടി അല്ല, ഒരുപാട് പോസ്റ്റിലേക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലുള്ള ഏറ്റവും പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് ആ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഏറ്റവും ഗ്ലാമറസ് പോസ്റ്റിലേക്ക്, ഈവൻ നമ്മുടെ CBI എക്സൈസ് ഓഫീസർ അങ്ങനെയൊക്കെയുള്ള നല്ല പോസ്റ്റിലേക്കാണ് അവിടെ നമുക്ക് ആ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത് SSC. ഇത് കൂടാതെ പിന്നെ റെയിൽവേ എക്സാംസിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാം ആണ് റെയിൽവേയുടെ NTPCയുടെ എക്സാം. ബിക്കോസ് അഗൈൻ നമ്മുടെ ഗ്രൂപ്പ് ഡി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു എക്സാം ആണ് NTPC എന്ന് പറഞ്ഞാൽ. ഗ്രാജുവേഷൻ ലൈക്ക് എന്താ പറയാ, ഗ്രാജുവേഷൻ മതി, ഗ്രാജുവേഷൻ ഇല്ലാതുള്ള പോസ്റ്റുകളും ഉണ്ട്. പക്ഷെ അത് കൂടാതെ ഗ്രാജുവേഷൻ ഉള്ള പോസ്റ്റുകൾ കൂടുതലുണ്ട്. അത് കൂടാതെ തന്നെ നോൺ ടെക്നിക്കൽ ആണ് NTPC. നോൺ ടെക്നിക്കൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല ആ ഒരു എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ. ഇപ്പം റെയിൽവേയിൽ തന്നെ ജൂനിയർ എഞ്ചിനീയറിന്റെ പോസ്റ്റും ALPN ടെക്നീഷ്യൻ, അതൊക്കെ ടെക്നിക്കൽ നിങ്ങൾക്ക് ആ ഒരു ഇത് കൂടി വേണം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ജസ്റ്റ് നിങ്ങൾ ഇതൊരു മിനിമം 12th അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ വരുന്ന എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന നല്ല പോസ്റ്റുകളിലേക്ക് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഇത് കൂടാതെ പിന്നെ നമുക്കറിയാം SSCയുടെ CPO എക്സാമിന് ഇപ്പം വിളിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഗ്രാജുവേഷൻ ബേസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന വേറെ ഒരുപാട് എക്സാംസ് ഉണ്ട്. നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്. ആ സെലക്ഷൻ പോസ്റ്റിന്റെ അകത്ത് തന്നെ 10th 12th ഡിഗ്രിയും വെച്ച് എഴുതാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അതെ, 3 ലെവലാണ് വരുന്നത്. നല്ല വേക്കൻസീസ് വരാറുണ്ട്. നമുക്ക് പറ്റിയ നല്ല പോസ്റ്റുകൾ, ഈവൻ നമ്മളൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു കോഴ്സ് റിലേറ്റ് ചെയ്യുന്നത് തന്നെ ഡിഗ്രിക്ക് ചെയ്ത അതേ കോഴ്സ് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജോബിന് കയറണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ആ ഒരു എക്സാം നോക്കി ആ എക്സാമിൽ വേക്കൻസി ഉണ്ടെങ്കിൽ
വേണമെങ്കിൽ നമുക്ക് എഴുതിയെടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ പഠിച്ച ഡിഗ്രി വിട്ടുപോയില്ല എന്നൊരു കേസ് കൂടി നമുക്ക് അവിടെ വരും. പിന്നെ ഇത് കൂടാതെ തന്നെ വേറെയും ഒരുപാട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരുപാട് എക്സാംസ് ഉണ്ട്. നമ്മുടെ IB ACIO വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ടിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് വേക്കൻസിക്ക് വിളിക്കാറുണ്ട്. പിന്നെ ഇത് കൂടാതെ വേറെ അതർ സെന്റർ ഗവൺമെന്റ് ജോബ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാറ്റഗറി വരുന്ന എല്ലാം തന്നെ അവിടെ വിളിക്കാറുണ്ട്. ഇതെല്ലാം ഡിഗ്രി വെച്ച് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എഴുതാൻ പറ്റും. ബാങ്ക് എക്സാംസ് എഴുതണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ ഡിഗ്രി വേണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറെ എക്സാംസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിൽ എന്തുമാത്രം വേക്കൻസീസ് വരുന്നു എന്നുകൂടി നമുക്ക് അറിയണം അല്ലെ. അപ്പൊ നമ്മളിവിടെ കമ്പൈൻഡ് ആയിട്ടുള്ള വേക്കൻസീസ് എടുത്തിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിൽ കൂടുതലും SSCയും പിന്നെ റെയിൽവേയും ആണ് പറയുന്നത്. അത് കൂടാതെ ബാങ്കിന്റെ വേറെ ഉണ്ട് കേട്ടോ, അത് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല, അത് വേറെ. അപ്പോൾ ഇവിടെ സെൻട്രൽ ഗവൺമെന്റ്, അതായത് SSCയുടെ കീഴിൽ വരുന്ന എക്സാമിനേഷൻസ് നിങ്ങൾക്കറിയാം, CGL, CHSL, MTS, CPO, GD അങ്ങനെ ഇഷ്ടം പോലെ എക്സാംസ് ഉണ്ട്. അപ്പൊ അതിന്റെ കമ്പൈൻഡ് വേക്കൻസീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1,00,000 അടുത്ത് വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ എക്സാമിനേഷൻസിലും കൂടെ കമ്പൈൻ ചെയ്ത് ഇവിടെ SSCയുടെ കാലണ്ടർ പ്രകാരം 2024 നടക്കാൻ പോകുന്ന എക്സാമിനേഷൻസിന്റെ മൊത്തം വേക്കൻസീസ് എന്ന് പറയുന്നത് ഏകദേശം 1,00,000 അടുത്ത് വരും. ഇനിയിപ്പോ റെയിൽവേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റെയിൽവേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മുമ്പ് 10 വർഷത്തെ ഗ്രൂപ്പ് ഡിയുടെ മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ 1,00,000 അടുപ്പിച്ചുള്ള ഒരു വേക്കൻസിയാണ് അന്ന് വിളിച്ചത്. അപ്പം ഗ്രൂപ്പ് ഡി നമ്മൾ ഈ പറയുന്ന NTPC, ALP, ടെക്നീഷ്യന്, RPF ഇതെല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും 1,00,000 മേളിൽ എന്തായാലും കാണുക. അത് ഉറപ്പാണ്, ഒരു ഡൗട്ടും വരേണ്ട കേസില്ല. എന്തായാലും അത്രയും ഹ്യൂജ് വേക്കൻസി ആണ് റെയിൽവേ എക്സാംസ് എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ തന്നെ വിളിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഈ വേക്കൻസീസ് വരുന്നതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു CGL-ലാണ് ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള, എല്ലാവരും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഹൈ ഷോർട്ട് ആയിട്ടുള്ള പോസ്റ്റുകൾ വരുന്നത്. സോ അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ CBI-ലെ പോസ്റ്റും ഒക്കെ തന്നെ ആയിരിക്കും അല്ലെ. CBI-ലെ ഇൻസ്പെക്ടർ, നാർക്കോട്ടിക്സിലെ ഇൻസ്പെക്ടർ, പിന്നെ നമ്മുടെ ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റുകളുണ്ട്, കസ്റ്റംസിലെ ഓഫീസർ ആകാം, എക്സൈസിന്റെ ഓഫീസർ ആകാം, പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ എല്ലാം നല്ല പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകളാണ് ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ CHSL എക്സാമിൽ പ്രധാനമായിട്ടും 2 പോസ്റ്റുകളാണ്. സോ JSA ആൻഡ് DEO ആണ്. ജൂനിയർ സെക്രട്ടേറിയൽ അസിസ്റ്റന്റും അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുമാണ്. അപ്പൊ ഇത് രണ്ടും ക്ലറിക്കൽ പോസ്റ്റ് ആണ്. അങ്ങനെ ഫീൽഡ് വർക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഏറ്റവും സേഫ് ആയിട്ട് ആ മോർണിംഗ് ടു ഈവനിങ് ഷിഫ്റ്റിൽ ഇരുന്ന് ജോലി ചെയ്ത് തീർത്ത് വീട്ടിൽ പോകാൻ പറ്റുന്ന നല്ല ജോബ് സെക്യൂരിറ്റി ഉള്ള, അതുപോലെ തന്നെ പ്രത്യേകിച്ച് വേറെ ടെൻഷൻ ഒന്നും ഇല്ലാത്ത ഒരു നല്ല ടൈപ്പ് ഓഫ് പോസ്റ്റ് ആണ് CHSL ഇതെന്ന് പറയുന്നത്. ഇനി MTS-ഉം റെയിൽവേസും, MTS-ലേക്ക് വരുമ്പോഴും നമുക്ക് MTS എന്ന് പറയുമ്പോൾ നമുക്ക് 10th ഉള്ള ഏതൊരാൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് MTS എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഒന്ന് എണ്ണി നോക്കാവുന്നതാണ്, നിങ്ങൾ ഇത്രയും നാളിന്റെ ഇടയ്ക്ക് എത്ര വട്ടം എഴുതാൻ പറ്റുമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി MTS-ലേക്ക് വരുമ്പോൾ നമ്മുടെ പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻലി നമുക്ക് അവിടെ വരുന്ന പോസ്റ്റുകൾ ഹവാൽദാർ പോസ്റ്റുകളും അതുപോലെ പല ഡിപ്പാർട്ട്മെന്റ്സിൽ നമുക്ക് എന്താ പറയുക ഒരു പിയോൺ ലെവൽ അല്ലെങ്കിൽ വേറെ കാറ്റഗറി ലെവൽ ഓഫ് പോസ്റ്റുകളാണ് നമുക്ക് അവിടെ വരുന്നത്. ഈ ഒരു പോസ്റ്റിന് ഒരു വളരെ ഇതിലുള്ള ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ പലരും വലിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു എക്സാമാണ് MTS എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു എക്സാമാണ്. നിങ്ങൾ CGL പോലത്തെ എക്സാംസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ CGL പോലത്തെ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്യുന്ന ആളൊരാൾ MTS എന്തിനാ ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MTS-ന്റെ എക്സാം എഴുതി ആ ഒരു പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് CGL-ലേക്ക് പോകാൻ പറ്റും. ഇപ്പം MTS-ന്റെ ഒരു പോസ്റ്റിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ വലിയ വർക്ക് ലോഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ആയിരിക്കും. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാം ആണ് MTS എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ അത്രയും കുറവാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരും ഫോക്കസ് ചെയ്യുന്നില്ല, MTS വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അപ്പൊ കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സമയം എടുത്ത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പോയിന്റിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ആ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് കയറി പറ്റാൻ പറ്റും. ജസ്റ്റ് 10th കഴിഞ്ഞ ഒരാൾക്ക് ഒരു നല്ല ഡിപ്പാർട്ട്മെന്റിലേക്ക്, സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ പോസ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഈവൻ ഡിപ്പാർട്ട്മെന്റ് എക്സാം അല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് CGL എക്സാം പ്രിപ്പയർ ചെയ്ത് അടുത്ത വർഷം വരുന്ന CGL എക്സാം പ്രിപ്പയർ ചെയ്യാം. അതായത് നിങ്ങൾക്ക് അവിടെ ഇരുന്നോണ്ട് CGL എക്സാംസ് നല്ല പോസ്റ്റിലേക്ക് എഴുതി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്. അത് കൂടാതെ നിങ്ങൾക്കറിയാം റെയിൽവേ എക്സാംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ NTPC ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. NTPC-ലേക്ക് വരുമ്പോഴും നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, അതുപോലെ വേറെ ഒരുപാട് ഇമ്പോർട്ടന്റ് പോസ്റ്റുകളുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ എക്സാംസ് ഗ്രൂപ്പ് ഡിയുടെ പോസ്റ്റുകളുണ്ട്, അതുപോലെ കൊമേഴ്ഷ്യൽ ക്ലർക്ക്, സീനിയർ ജൂനിയർ ക്ലർക്സ്, അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റുകളാണ് നമ്മുടെ റെയിൽവേയുടെ അണ്ടറിലും വരുന്നത്. അപ്പോൾ അവിടെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പോസ്റ്റുകളുണ്ട്. നമുക്ക് ഒരു വലിയ ലിസ്റ്റ് തന്നെ എഴുതേണ്ടി വരും അവിടെ തന്നെ.
ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാംസും അതുപോലെ തന്നെ ഇത്രയും അധികം പോസ്റ്റുകളും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഇനി എങ്ങനെ പഠിക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എല്ലാ എക്സാംസിന് വേണ്ടിയും നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 3-in-1 കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ എൻട്രിയുടെ ഒരു പുതിയ ബാച്ച് കോഴ്സ് ആണത്. സോ അപ്പോൾ ഇവിടെ എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടും, ഫോർ എക്സാമ്പിൾ നമ്മുടെ SSC, RRB, ബാങ്കിങ് എക്സാം, ഇതെല്ലാത്തിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു 1 ഷോട്ട് കോഴ്സാണ് നമ്മളിവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു 1 year വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. സോ അതിന്റെ ലാസ്റ്റ് 2 months ഇന്റർവ്യൂ പ്രിപ്പറേഷൻ അടക്കം ഉള്ള ഡീറ്റെയിൽസ് നമ്മുടെ ആ കോഴ്സിലുണ്ട്. അപ്പൊ ഈ കോഴ്സിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു നമ്പർ കാണാം, ജസ്റ്റ് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി അതുപോലെ തന്നെ ഈ കോഴ്സിന് ഒരു സർപ്രൈസും കൂടി ഉണ്ടെന്നാണല്ലേ സർ പറഞ്ഞത്. സോ അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ജസ്റ്റ് ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. സോ കോൺടാക്ട് ചെയ്യുന്നവർക്ക് മാത്രമേ സർപ്രൈസ് ഉള്ളൂ. ആദ്യത്തെ കുറച്ച് പേർക്ക് മാത്രമാണ് ആ സർപ്രൈസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിന് നമ്മുടെ ഹെൽപ്പ് എന്തായാലും ഉണ്ടായിരിക്കും, നമ്മുടെ ക്ലാസ്സസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സ് ഒക്കെ ഈ നമ്പറിൽ വിളിച്ച് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പോലെ തന്നെ പഠിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരിലേക്കും കൂടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ നമുക്ക് താങ്ക് യു.